Hi students, a very good morning to one and all. Welcome to our management class. In the last day, we have learned about the MBO, that is management by objectives. So what does it mean? MBO, which means it is the process of setting up of the objectives as well as integrating all the key managerial activities to achieve that objective. That is what is called as MBO, that is management by objectives. And today we are going to discuss about, or we are going to see another term, that is WPM, workers participation in management. Let's see what does it mean. So workers participation in management. See, നിങ്ങൾക്ക് ആ ഒരു ടേമിൽ നിന്ന് അറിയാൻ പറ്റും, that is workers participation. നമ്മൾ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കമ്പനിയിലുള്ള ഫുൾ എംപ്ലോയീസിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അവരെ കൊണ്ടുവരാണ്. ഓക്കെ, അതാണ് നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു എല്ലാവരും പല പല ഗ്രൂപ്പുകളായി നിന്ന് കഴിഞ്ഞാൽ എന്താ, നമുക്ക് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യുണൈറ്റഡ് ആയിട്ട് ഒറ്റക്കെട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ദിസ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് വിച്ച് എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് വർക്കിംഗ് ലൈഫ് ആൻഡ് ദർബൈ സെക്യൂർ കോർപ്പറേഷൻ ആൻഡ് ദി കമ്മിറ്റ്മെന്റ് ഫ്രം ദി വർക്കേഴ്സ്. അതായത് ആ ഒരു സിമ്പിൾ ടേം ആണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്, നമ്മുടെ മൊത്തം എംപ്ലോയീസ്, നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലുള്ള ഫുൾ വർക്കേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്. ആൻഡ് ദർബൈ വി ആർ ട്രൈങ് ടു ഇംപ്രൂവ് ദി ക്വാളിറ്റി ഓഫ് വർക്കിംഗ് ലൈഫ്. അതാണ് നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, ദാറ്റ് ഇസ് WPM നമ്മൾ ചെയ്യുന്നത്. Okay, so that it promotes the harmony and peace between the workers and management. Okay, അപ്പം അവരെ നമ്മുടെ വർക്കേഴ്സിന് എല്ലാ എംപ്ലോയീസിനും നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമ്പോൾ എന്താണ്, അവർക്ക് തന്നെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ഉണ്ടായിരിക്കും, അവർക്കൊരു അവരുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെ കമ്മിറ്റ്മെന്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ WPM ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് പ്രൊമോട്ട്സ് ദി ഹാർമണി ആൻഡ് പീസ് എമംഗ് വർക്കേഴ്സ് ആൻഡ് ദി മാനേജ്മെന്റ്. ഓക്കെ, then here's the definition of this WPM. That is, according to Kate Davis, participation refers to the mental and emotional involvement of a person in a group situation which encourages him to contribute to group goals and share the responsibility of the achievement. Okay, അതായത് കേറ്റ് ഡേവിസ് പറയുന്നത് പാർട്ടിസിപ്പേഷൻ വിച്ച് റെഫേഴ്സ് ടു ദി mental and emotional involvement of a person in a group situation which encourages him to contribute to the group goals and share the responsibility of the achievement. Okay, അതായത് നമ്മൾ നമ്മുടെ എംപ്ലോയീസിനെ ഫുള്ളി നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്, നമ്മുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. അങ്ങോട്ട് എന്താണ്, അവർ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് തരും ആൻഡ് ദാറ്റ് ദേ വിൽ ഷെയർ ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദി അച്ചീവ്മെന്റ്. ഓക്കെ, so it refers to the mental and emotional involvement of a person in a group situation. എല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി നിന്ന് അതിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യും, ദെൻ പുതിയ പുതിയ തോട്ട്സ്, അവരുടെ തിങ്കിങ് അതൊക്കെ അവർ ഷെയർ ചെയ്യും. സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്സ് ദി ഹോൾ ക്രൂ ഓർ ഹോൾ ടീം ടു മേക്ക് ദി അച്ചീവ്മെന്റ്. ഓക്കെ, so this is the definition which is given by the Kate Davis in respect of this workers participation in the management. Okay, here is another definition which is given by the Walpole, that is participation in management gives the worker a sense of importance, pride and accomplishment, and it gives him the freedom of opportunity for self-expression, a feeling of belongingness with the place of work, and a sense of workmanship and creativity. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് വരുമ്പം ഒബ്വിയസ്ലി എന്തുണ്ടായിരിക്കും, വർക്കേഴ്സിന് തന്നെ അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അവർ ആ ഒരു ഓർഗനൈസേഷനിലത്തെ ഒരു ടീമിൽ പെടുന്ന ഒരാളാണ് എന്നൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് അവരിലുണ്ടാകും. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്സ് ദം ടു increase their commitment and it will helps to increase the productivity of the whole organization. Okay, that is called as workers participation in management.
Then here is the objectives of workers' participation in management. So let us see what are the objectives of this WPM. It helps to establish the industrial democracy. Okay, ഒരു ഡെമോക്രാറ്റിക് സിറ്റുവേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. നമ്മൾ പറഞ്ഞു എല്ലാവരെയും എന്താണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കോൺട്രിബ്യൂഷൻസും കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ തോട്ട്സും തിങ്കിങ്ങും അവരുടെ ന്യൂ ഐഡിയാസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. Okay, so that it helps to establish the industrial democracy. The second one is that to build the most dynamic human resources. Okay, അവരെ നമ്മൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഫുൾ എംപ്ലോയീസിനെ ഫുൾ വർക്കേഴ്സിനെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ്, വി ക്യാൻ ബിൽഡ് ദി മോസ്റ്റ് ഡൈനാമിക് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ഒരുപക്ഷെ നമ്മൾ തഴഞ്ഞിട്ടിരിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ നമുക്ക് നല്ല നല്ല ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഓക്കെ, നല്ല നല്ല ഐഡിയാസ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് കിട്ടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് ദി മോസ്റ്റ് ഡൈനാമിക് ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, അപ്പം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള തോട്ട്സും ഐഡിയാസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതെല്ലാം കൊണ്ടുവന്ന് അതിനെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുമ്പം എന്താണ്, നമ്മുടെ മൊത്തം ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് ആണ് അവിടെ കാണിക്കുന്നത്. Then next is to satisfy the workers social and esteem needs. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്കേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് നമ്മൾ ഈ ഒരു മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമ്പോൾ എന്താണ്, ഇറ്റ് ഡെവലപ്സ് ദി സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എമംഗ് ദി എംപ്ലോയീസ്. അവർ തന്നെ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തിങ്കിങ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പം thereby it helps to create the confidence in employees and thereby it will increase the productivity of the organization. Then next is to maintain industrial peace and harmony. Okay, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ലെവൽ മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റും മിഡിൽ ലെവൽ മാനേജ്മെന്റും ഈ 3 ലെവലിലത്തെ എംപ്ലോയീസും എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി ദർ. It helps to create a sense of belongingness and also it helps to increase or it helps to create a cordial relationship among the employees and the management. ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then next is to promote the increased productivity for the benefit of the organization. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസ് നമ്മൾ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കോൺഫിഡൻസ് അവർക്ക് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് കൂടും. അപ്പം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മോറൽ കമ്മിറ്റ്മെന്റും കൂടുന്ന കാര്യം എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം ഈ ഒരു WPM കൊണ്ടുവരുന്നത് വഴിയായിട്ട് ടോട്ടൽ ഓർഗനൈസേഷൻ അതൊരു ബെനിഫിറ്റ് ആയിട്ട് മാറും. ആൻഡ് നെക്സ്റ്റ് ഇസ് ടു സെക്യൂർ ദി ഫുൾ റെക്കഗ്നീഷൻ ഓഫ് ദി വർക്കേഴ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതിനോട് കണക്റ്റഡ് തന്നെയാണ്. ഇറ്റ് വിൽ ഇൻക്രീസ് ദി സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് ദി കോൺഫിഡൻസ് അമംഗ് ദി workers. Okay, so these are the objectives of WPM, that is workers participation in management. Then next is the process of participation. So let us see what are the steps or stages which is involved in this participation in management. Okay, so first one is that information sharing. Okay, information sharing in the sense that the employees should be informed about the economic status of the company. എല്ലാ എംപ്ലോയീസ് നമ്മൾ പറഞ്ഞു വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാ വർക്കേഴ്സിനെയും എല്ലാ എംപ്ലോയീസിനും നമ്മൾ ഈ ഒരു മാനേജ്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം അല്ലേ. നമ്മൾ ഗ്രൂപ്പായിട്ട് വന്ന് അവരുടെയും ഐഡിയാസ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫുൾ ഓർഗനൈസേഷന്റെ ബെനിഫിറ്റിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാണ് എല്ലാവരും ഒരു ടീമായിട്ട്. ഓക്കെ, സോ ദാറ്റ് വി ഷുഡ് make the employees informed about the economic status of the company. അപ്പം കമ്പനിയുടെ എല്ലാ ഇൻഫോർമേഷൻസും ആർക്ക് പാസ് ചെയ്തിരിക്കണം, എംപ്ലോയീസിന് പാസ് ചെയ്തിരിക്കണം, അവരും അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കണം. ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ഇൻഫോർമേഷൻ ഷെയറിംഗ്. ദെൻ സെക്കൻഡ് വൺ ഇസ് ദാറ്റ് ട്രെയിനിങ്. ഓക്കെ, ട്രെയിനിങ് ഇൻ ദി സെൻസ് ദാറ്റ് നമുക്കറിയാം ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദി സ്കിൽസ് ആൻഡ് ദി നോളേജ് ഓഫ് ദി എംപ്ലോയീസ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരേപോലെ കഴിവുകൾ ഉണ്ടായിട്ട് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, വി ഷുഡ് പ്രൊവൈഡ് ദി പ്രോപ്പർ ട്രെയിനിങ് ഫോർ ദി respective employees. Okay, so that it helps to raise the skill levels of the employees. അപ്പം അവരെ കുറച്ചുകൂടി പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ട്രെയിനിങ് നമ്മൾ at the right ടൈമിൽ റൈറ്റ് എംപ്ലോയീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു റേസ് ദി സ്കിൽ ലെവൽ ഓഫ് ദി എംപ്ലോയീസ് and offering the development opportunities that allows them to apply their new skills and make effective decisions regarding the organization. Okay, അപ്പം അതായത് നമ്മൾ റൈറ്റ് എംപ്ലോയീസിന് റൈറ്റ് ടൈമിൽ നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്, ഇറ്റ് ഹെൽപ്സ് ടു റേസ് ദി സ്കിൽ ലെവൽ ഓഫ് എംപ്ലോയീസ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹെൽപ്സ് ദം ടു
അവൈൽ ഓർ എക്സ്പ്ലോർ ദി ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു സ്കിൽ അവിടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതപ്പം എല്ലാം നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് ദാറ്റ് decision making. Decision making, which means we should make employees participate in the decision making procedures. So involvement of employees in the decision making, which includes from the determining work schedules to deciding the budget or process. അതായത് നമ്മുടെ വർക്ക് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത് മുതൽ നമ്മുടെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്ന വരെയുള്ള ആ ഒരു പ്രോസസ്സിൽ എല്ലാത്തിലും നമ്മുടെ എംപ്ലോയീസ് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കണം. അതായത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഈച്ച് ആൻഡ് മൈന്യൂട്ട് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ എംപ്ലോയീസ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. ദാറ്റ് ഈസ് ദി ഡിസിഷൻ മേക്കിംഗ്. സോ ദാറ്റ് വി ഷുഡ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദി തോട്ട്സ് ആൻഡ് ഐഡിയാസ് ഓഫ് ദി എംപ്ലോയീസ്. ഓക്കെ, ദെൻ next step is that rewards in the sense that in order to encourage the participation of employees, we should provide the rewards for their suggestions and ideas. Okay, അതായത് നമ്മുടെ എംപ്ലോയീസിൻ്റെ ആ ഒരു പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ റിവാർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇറ്റ് ക്യാൻ ബി മോണിറ്ററി ഇൻസെൻറ്റീവ്സ് ഓർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്, അത് എന്ത് തന്നെ ആയിരിക്കാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവരൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ചെറിയ ചെറിയ ഐഡിയാസിനും സജഷൻസിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞു കുഞ്ഞു റിവാർഡ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. Okay, so these are the process of the participation in management, that is information sharing, training, decision making, and finally the rewards. Okay, then next is basic requirements to achieve the effectiveness of WPM. So let us see what are the basic requirements to achieve the effectiveness or efficiency of this workers' participation in management. So first one is that willing to give some control to their workers. ഓക്കെ, അതായത് നമ്മുടെ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞു എന്താണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാണ് അല്ലേ, അവരുടെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുവരാണ്, അവരുടെ ഐഡിയാസും അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അവരുടെ സജഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ദാറ്റ് വി ഷുഡ് ഗിവ് സം കൺട്രോൾ ടു ദിയർ വർക്കേഴ്സ്. ഓക്കെ, അപ്പം അവർക്ക് ചെറിയൊരു കൺട്രോൾ നമ്മൾ കൊടുത്തിരിക്കണം. അതായത് നമ്മുടെ എല്ലാം എന്താ പറയുക, ടോപ്പ് അതോറിറ്റിയുടെ കയ്യിലാണ് ഫുൾ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ദ വർക്കേഴ്സ് മേ നോട്ട് ഫീൽ convenient or comfortable. Okay, they do not feel that they are comfortable there. Okay, so that we should give some control to their workers. Then next is ready to accept the ideas. അതായത് ഈവൻ ലോവർ ലെവൽ എംപ്ലോയീസ് ആണെങ്കിൽ കൂടി അവരവരുടെ ഒരു സജഷനും ഐഡിയയും പറയുകയാണെങ്കിൽ അത് നല്ലതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വി ഷുഡ് ബി റെഡി ടു ആക്സെപ്റ്റ് ഇറ്റ്. Okay, then next is careful planning. Careful planning is very necessary for the workers' participation in the management. നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചുമ്മാ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. സോ ദാറ്റ് ദർ ഷുഡ് ബി എ കെയർഫുൾ ആൻഡ് പ്രോപ്പർ പ്ലാനിങ്. Okay, then next is managers must be genuine and honest. Managers എന്തായിരിക്കണം, genuine ആയിരിക്കണം, honest ആയിരിക്കണം. Okay, then next is trust. We should have trust, or we should have a mutual trust between these workers and management. ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദിസ് മാനേജർ ഷുഡ് ബി ജെനുവിൻ ആൻഡ് ദി ഹോണസ്റ്റ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിൾ പോയിന്റ്സ് ആണ് നമ്മുടെ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റിൽ. അത് ഒരു ഇഫക്റ്റീവ്നെസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ അതൊരു നല്ലൊരു എന്താ പറയുക, ഇഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എംപ്ലോയീസ് മസ്റ്റ് ബി വില്ലിംഗ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഷെയർ ദിയർ ഐഡിയാസ്. ഓക്കെ, അതായത് എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറായിരിക്കണം, അവരുടെ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു മനസ്ഥിതി അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻകറേജ്മെൻറ്റ് ടു എംപ്ലോയീസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുക, അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരൊരു ചെറിയ സജഷൻസും ഐഡിയാസൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അതിനുള്ള അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ റിവാർഡ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ ട്രെയിനിങ് ടു ദി എംപ്ലോയീസ്. പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ സോ ദാറ്റ് ദേ ക്യാൻ റേസ് ദെയർ ന്യൂ സ്കിൽസ്. Then give sufficient
time to employees to think about their new ideas. ഓക്കെ, അവരുടെ പുതിയ പുതിയ ഐഡിയാസ് ആലോചിക്കാനായിട്ടുള്ള സഫീഷ്യൻറ്റ് ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പം എല്ലാ എംപ്ലോയീസിനും അറ്റ് ദി സ്പോട്ടിൽ തന്നെ എന്താ പറയുക അവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ സജഷൻസ് തരാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ചിലർക്ക് അത് ആലോചിക്കേണ്ട ഇച്ചിരി സമയം വേണ്ടി വരും. അപ്പോൾ എന്താണ്, അത്തരം എംപ്ലോയീസ് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഗീവ് സഫീഷ്യൻറ്റ് ടൈം ടു ദം ഫോർ to think about their new ideas. Okay, then next is ask for the alternative suggestions and select the best one. ഓക്കെ, നമ്മൾ എന്താണ് വി ഷുഡ് ആസ്ക് ഫോർ ദി ഓൾട്ടർനേറ്റീവ് സജഷൻസ്. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് തീരുമാനിക്കുമ്പോൾ എന്താണ് അവിടെ ഒരു സിംഗിൾ സജഷൻ അല്ലാതെ നമുക്ക് എന്താ ഒരു 2-3 ഓൾട്ടർനേറ്റീവ്സ് നമ്മുടെ ഉണ്ടായിരിക്കണം. അപ്പം ABC, ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റിന് 3 ഒപ്പീനിയൻസ് അല്ലെങ്കിൽ 3 സജഷൻസ് അവിടെ ഒരു ABC 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, 3-4 ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ സപ്പോസ് എയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബി ഓപ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് സിയെ കുറിച്ച് ആലോചിക്കാം. സോ ദാറ്റ് ദർ ഷുഡ് ബി or we should ask for the alternative suggestions and we should select the best one. Okay, then next is it creates the confidence among employees so their ideas and decisions becomes more creative and sound. Okay, അതായത് നമ്മൾ എന്താണ് ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടി തന്നെ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ദി കോൺഫിഡൻസ് അമംഗ് ദി എംപ്ലോയീസിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അവരുടെ ഐഡിയാസും ഡിസിഷൻസും ഒക്കെ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആകും. തീർച്ചയായിട്ടും എന്താണ്, എംപ്ലോയീസിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് അവർക്ക് ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് കൂടും, ഒബ്വിയസ്ലി അവരുടെ കോൺഫിഡൻസ് കൂടും. സോ ദാറ്റ് it makes their ideas and decision more creative and sound. Okay, so these are the measures or these are the requirements to achieve the effectiveness of the workers' participation in management. Okay, then next is advantages of management or advantages of the workers' participation in management. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഈ അഡ്വാൻറ്റേജസിലും പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, നമ്മുടെ ടോട്ടൽ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും. ദെൻ ഇറ്റ് ക്രിയേറ്റ്സ് ദി ജോബ് സാറ്റിസ്ഫാക്ഷൻ അമംഗ് ദി എംപ്ലോയീസിന് തന്നെ എന്താണ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അവർക്ക് എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ കൂടുമ്പോൾ അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിലേക്ക് വരണം, ആ ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ അവർക്ക് ഉണ്ടാകും. സോ ഇറ്റ് ക്രിയേറ്റ്സ് ദി ജോബ് സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് ഇസ് ഇറ്റ് മോട്ടിവേഷൻ, ദാറ്റ് ഈസ് ഇറ്റ് വിൽ മോട്ടിവേറ്റ്സ് ദി എംപ്ലോയീസ്. അവരും അതിൻ്റെ ഒരു ഭാഗമാണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്, അവരെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, അവരുടെ സജഷൻസിനും ഐഡിയാസിനും ഒക്കെ എന്താ പറയുക വാല്യൂ ഉണ്ട് എന്നുള്ളൊരു ചിന്താഗതി അവർക്ക് ഉണ്ടായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ മോട്ടിവേറ്റ്സ് ദി എംപ്ലോയീസ് ടു വർക്ക് ഫോർ ദി ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് ഇംപ്രൂവ്ഡ് ക്വാളിറ്റി. ഓക്കെ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് വരും, ജോബ് സാറ്റിസ്ഫാക്ഷൻ വരും, ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഒരു ക്വാളിറ്റി വർക്ക് ലൈഫ് അവിടെ ഉണ്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ എൻഷുർഡ് അറ്റ് ദി ലോവസ്റ്റ് ലെവൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് റെഡ്യൂസ്ഡ് കോസ്റ്റ്. നമ്മൾ ഈ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പം എല്ലാ എംപ്ലോയീസും അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എല്ലാവരും ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസും റെസ്പോൺസിബിൾ ആണ്. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ്. അതായത് നമുക്ക് അവിടെ സൂപ്പർവിഷനൊക്കെ കുറവ് മതി, നമ്മളവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ട്രെയിനിങ്ങിനും അതേപോലെ തന്നെ നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും സെൽഫ് മാനേജ്മെന്റ് ഒക്കെയാണ് നമ്മളോട് ഫോക്കസ് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ്. Then next is creating the sense of ownership. Okay, that is creating the sense of belongingness. ഞങ്ങളും ആ ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസ് ആണ്, ഞങ്ങളും അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതി ആർക്കുണ്ടാകും? എല്ലാ എംപ്ലോയീസിനും ഉണ്ടായിരിക്കും. ഓക്കെ, then next is attains the self-esteem. Okay, that is employees feels like they are a part of management. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, അവരും ആ ഒരു മാനേജ്മെന്റിന്റെ ഭാഗമാണെന്നുള്ളൊരു അങ്ങനെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരിക്കും. ദെൻ ഫൈനലി ഇറ്റ് ഇൻക്രീസസ് ദി കമ്മിറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ്. ഓവറോൾ എന്താണ് എംപ്ലോയീസിന്റെ കമ്മിറ്റ്മെന്റ് കൂടും, അതേപോലെ തന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് കൂടും. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ദം ടു വർക്ക് ഫോർ ദി ഓർഗനൈസേഷൻ. Okay, so these are the advantages of workers' participation in management. Then next is disadvantages of workers' participation in management. നമ്മൾ അഡ്വാൻറ്റേജസ് കണ്ടു, അറ്റ് ദ സെയിം ടൈം ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്.
അതിൽ ഒന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് സ്ലോസ് ഡൗൺ വിത്ത് മെനി പീപ്പിൾ ഇൻവോൾവ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 10 പേരിൽ കൂടുതലൊക്കെ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ആ ഒരു ടീമിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, പലർക്കും പല പല ഒപ്പീനിയൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് ഇവരുടെ എല്ലാ ഐഡിയാസിനെയും സജഷൻസിനെയും ഇൻവോൾവ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ അറ്റ് ഓൾ. ഓക്കെ, അപ്പം നമ്പർ ഓഫ് പീപ്പിൾ കൂടും തോറും ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കും. Okay, the next is security issue. That is, since early stages, too many people are known to lot of facts and information. അതായത് ആ ഒരു ചിലപ്പം അത്രയും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ആയിരിക്കാം. നമുക്കറിയാം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിനും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ, വിച്ച് മീൻസ് all information, all kind of sensitive informations are known to all peoples, all kind of employees. Okay, അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ മിസ്യൂസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം there is a security issue in case of this workers participation and management, and it is very difficult for the large organization. നമുക്കറിയാം ലാർജ് ഓർഗനൈസേഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് അവിടെ കൂടുതലായിരിക്കും when compared to the small organizations, so that it is very difficult to implement this workers participation and management. Okay, അതായത് എല്ലാ എംപ്ലോയീസിനും ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയീസിനും ഒരുമിച്ച് കൊണ്ടുവന്ന് അവരുടെ തോട്ട്സ് ആൻഡ് സജഷൻസിനും ഐഡിയാസിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. Okay, then finally it is probably most difficult style of management. Okay, that is workers participation management എന്ന് പറഞ്ഞ നല്ലൊരു കോൺസെപ്റ്റ് ആണ്. എല്ലാ എംപ്ലോയീസ് നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കുക, അവരുടെ എന്താ പറയുക കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും, അവരെന്ത് ചെയ്യും ആ ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അതിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യും. പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട് സ്റ്റൈൽ ഓഫ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ് ഓർഗനൈസേഷൻസിലേക്കൊക്കെ വരുമ്പോൾ അവരുടെ എല്ലാ എംപ്ലോയീസിനെയും കൺസിഡർ ചെയ്യാന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു ഡിസിഷൻ മേക്കിംഗിൽ ഇൻവോൾവ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഇസ് ഡിഫിക്കൽട്ട്. ഓക്കെ, so these are the disadvantages or demerits of this workers participation and management. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് WPM, ദാറ്റ് ഈസ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ എന്താന്ന് കണ്ടു, ദെൻ അതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു. അറ്റ് ദി സെയിം ടൈം വി ഹാവ് സീൻ ദി പ്രോസസ് ഓഫ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, so with this I'm concluding this topic. Hope you understand the session. Thank you.